സംസ്ഥാനത്ത് ആദ്യമായി സോളാർ സ്ഥാപിക്കുന്നതിന് മുനിസിപ്പാലിറ്റി സബ്സിഡി നൽകുന്നു. സോളാർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിക്ക് പുറമെ മുനിസിപ്പാലിറ്റിയുടെ സബ്സിഡിയും ലഭ്യമാക്കുന്ന പദ്ധതികളുമായി പവർ സൈൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മണ്ണാർക്കാട് ബ്രാഞ്ച് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ ഫായിദ ബഷീർ മണ്ണാർക്കാട് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ 500 കുടുംബങ്ങളിലേക്ക് സോളാർ പദ്ധതി എത്തിക്കുക എന്നതിന്റെ ഭാഗമായാണ് ഓരോ കുടുംബത്തിന്റെയും വൈദ്യുതി ഉപയോഗത്തിനനുസരിച്ച് സോളാർ സ്ഥാപിക്കുന്നത്. ഇതിന് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി 5000 രൂപ സബ്സിഡി നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഓരോ കുടുംബത്തിനും അവരുടെ ഉപഭോഗത്തിനനുസരിച്ചുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് നഗരസഭ അതിൽ 5000 രൂപ ഒരു കുടുംബത്തിന് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒരു മാതൃകാപരമായി തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്തരം പദ്ധതികൾക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്നത് എന്നതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ഓഫീസ് ഇവരിവിടെ തുടങ്ങാൻ തന്നെ കാരണം കൃത്യമായിട്ട് അതിൻ്റെ സർവീസ്, അതുപോലെ തന്നെ കമ്പനിയുടെ വിശ്വാസ്യത, ഇതൊക്കെ നഗരസഭയ്ക്ക് നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അവിടെ എഗ്രിമെൻ്റ് ആയതിനു ശേഷം ഒരു സ്ഥാപനം അവർ തുടങ്ങിയിട്ടുള്ളത്. ഓരോ വീട്ടിലും വന്നുകൊണ്ട് അവരുടെ കറണ്ട് ബില്ല് പരിശോധിച്ച് എത്ര കിലോ വാട്ടിൻ്റെ ഉപഭോഗമുണ്ട് എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ആ വീടിന് അനിവാര്യമായ രീതിയിൽ ഈ പ്ലാന്റ് സ്ഥാപിക്കുക. തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങൾക്ക്, നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുടുംബ ബഡ്ജറ്റ് നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ഒരു മാസം കറണ്ട് ബില്ലിന് വേണ്ടി ഒരു വലിയ സംഖ്യ നമ്മൾ മാറ്റിവെക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ അതിനൊരു ആശ്വാസം നൽകിക്കൊണ്ടാണ് മണ്ണാർക്കാട് നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. വീടുകൾക്ക് മാത്രമല്ല, നഗരസഭ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭ ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭയുടെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കറണ്ട് ബില്ല്, അതുപോലെ ഈ ലൈറ്റുകളുടെ മുഴുവൻ കറണ്ട് ബില്ല് 9,60,000 രൂപയോളം ഒരു മാസം LCT ബില്ല് മണ്ണാർക്കാട് നഗരസഭ അടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ആവശ്യമായ രീതിയിലുള്ള സോളാർ ഗ്രിഡ് പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് നടപ്പാക്കുകയാണെങ്കിൽ നഗരസഭയ്ക്ക് അത് 1-2 വർഷം കൊണ്ട് ആ ചെലവായ സംഖ്യ നഗരസഭയിലേക്ക് ഈ കറണ്ട് ബില്ല് മുഖേന മുതലാവുകയും തുടർന്നുള്ള വർഷങ്ങളിൽ ഒരു വലിയ ഇൻകം ഏൺ ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിയും എന്നുള്ളതാണ് അതിലൊരു കാഴ്ചപ്പാട്. എന്തായാലും ഇത്തരം പരിപാടികളുമായി, പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് വരുമ്പോൾ എല്ലാ പൊതുജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ആവശ്യപ്പെടുകയാണ്. പവർ സൈൻ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് മാനേജിംഗ് ഡയറക്ടർ ബേബി ജോസ് വിശദീകരിച്ചു. കാരണം കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഇതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയോടോ